കുമ്പളങ്ങിയിൽ കവര് കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കുമ്പളങ്ങിയിൽ കവരെത്തിപ്പോയി. കവര് കാണുന്നതിനായി സഞ്ചാരികളുടെ വൻ തിരക്കാണ് കുമ്പളങ്ങിയിൽ അനുഭവപ്പെടുന്നത്. ഉപ്പുള്ള കടൽക്കായൽ ജലത്തിലെ സൂക്ഷ്മ ജീവിവർഗങ്ങളായ ആൽഗ, ബാക്ടീരിയ, ഫംഗസ് മുതലായ ജീവിവർഗങ്ങളിലെ ചില വകഭേദങ്ങൾക്ക് സൂര്യപ്രകാശം ആഗിരണം ചെയ്യാനും വേണ്ടപ്പോൾ പുറത്തു വിടാനുമുള്ള കഴിവുണ്ട്. ശാസ്ത്രലോകം ഇതിനെ ബയോലൂമിനസെൻസ് എന്ന് പറയും. ഇതെല്ലാം ബയോകെമിസ്ട്രിയെ ആശ്രയിച്ചിരിക്കുന്നു. ബയോലൂമിനസെൻസ്, ഫ്ലൂറസെൻസ് എന്നിവ എല്ലാം പ്രകാശ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രകാശമോ മറ്റേതെങ്കിലും വൈദ്യുത കാന്തിക വികിരണമോ ആഗിരണം ചെയ്ത് അതിനേക്കാൾ തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ ആവശ്യം ഉള്ളപ്പോൾ പുറപ്പെടുവിക്കാൻ ഉള്ള ചില പദാർത്ഥങ്ങളുടെയോ ജീവികളുടെയോ കഴിവിനെയാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. ഇപ്രകാരം പ്രകാശം പുറത്തേക്ക് വിടുവാനുള്ള പ്രത്യേകതരം ജീവി വർഗങ്ങളുടെ കഴിവിനെ ബയോലൂമിനസെൻസ് അഥവാ ജൈവ പ്രകാശോത്സർജനം എന്ന് പറയും. മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് ബയോലൂമിനസെൻസ് എന്ന രാസവസ്തു ഉള്ളതിനാലാണ്. ഇതിലുള്ള ലൂസിഫെറിൻ ഫ്ലൂറസെന്റ് വൈദ്യുതി കാന്തിക വികിരണം ആഗിരണം ചെയ്ത് പ്രകാശം പുറപ്പെടുവിക്കും. മനുഷ്യർക്ക് അദൃശ്യമായ അൾട്രാ വയലറ്റ് രശ്മിയെ ആഗിരണം ചെയ്ത ലൂസിഫറിൻ ഉയർന്ന ഊർജ്ജത്തിലേക്ക് മാറ്റുന്നു. 510 മുതൽ 670 നാനോമീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള പച്ച, മഞ്ഞ, നീല, ഇളം ചുവപ്പ് നിറങ്ങളിൽ ഇവ കാണാം. ജലത്തിൽ ഇളക്കം തട്ടുമ്പോഴും അവയ്ക്ക് ആവശ്യമുള്ളപ്പോഴും അവിടെയുള്ള എല്ലാ നോക്ടിലുക്ക ബാക്ടീരിയകളും ഒന്നായി ചേർന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ് നമുക്ക് നയനമനോഹരമായ നീല വെളിച്ചമായി ദൃശ്യവിസ്മയം ആവുന്നത്. ഉപ്പിന്റെ സാന്നിധ്യം കടൽ കായൽ ജലത്തിൽ കൂടുന്ന വേനൽക്കാലത്ത് മാത്രമാണ് ഈ നീലപ്രകാശം മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളാൽ സുവ്യക്തമായി കാണാൻ കഴിയുക. സാധാരണ വേനൽക്കാലത്ത് ഉപ്പ് കൂടുന്ന ഫെബ്രുവരി മുതൽ ഏപ്രിൽ, മെയ് വരെ കായലുകളിലെ ഒഴുക്ക് കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇത് നന്നായി കാണാൻ കഴിയും. ഈ വർഷം വേലിയേറ്റം കൂടുതൽ ആയതിനാൽ താമസിച്ച് മാർച്ച് മാസത്തിലാണ് എത്തിയിരിക്കുന്നത്. ചന്ദ്രന്റെ പ്രകാശം ആകാശത്ത് കാണാത്ത നല്ല ഇരുട്ടുള്ള രാത്രി സമയങ്ങളിൽ കായലോളങ്ങളിലും കടൽ തിരമാലകളിലും ജലത്തെ കൃത്രിമമായി ഇളക്കിയാലും മീൻ ഓടുമ്പോൾ പോലും കവര് എന്ന നീല വെളിച്ചം കാണാനാവും. ആകാശത്ത് ചന്ദ്രന്റെ വെളിച്ചം ഒട്ടുമില്ലാത്ത സമയങ്ങളിലാണ് ഇത് കൂടുതൽ വ്യക്തമാവുക. വെളുത്ത വാവ് കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ മുതൽ കറുത്ത വാവ് കഴിഞ്ഞ് 2-3 ദിവസം വരെ സന്ധ്യാസമയത്തും കറുത്ത വാവ് കഴിഞ്ഞ് നേരം പുലരും മുമ്പും മനോഹരമായി കവരിനെ നമുക്ക് ദൃശ്യമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. സൂക്ഷ്മജീവികൾ കൂട്ടമായി പുറപ്പെടുവിക്കുന്ന തണുത്ത വെളിച്ചം കണ്ണിന് കുളിർമയേകും. സിനിമ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മുതലായവ വഴി പുറംലോകം അറിഞ്ഞ കവര് ഇപ്പോൾ ചെല്ലാനം, കുമ്പളങ്ങി, ഇടക്കൊച്ചി, പെരുമ്പടപ്പ് മുതലായ സ്ഥലങ്ങളിലെ കായൽ, തോട്, ചെമ്മീൻ കെട്ട പാടശേഖരങ്ങളിലും തീരക്കടലിലും നന്നായി ദൃശ്യമാണ്. ഇത് കാണുന്നതിനാണ് നിരവധി പേർ കുമ്പളങ്ങിയിലേക്ക് ഒഴുകിയെത്തുന്നത്. കുമ്പളങ്ങിയിൽ ഇതൊരു ടൂറിസം സംരംഭമായി മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.